അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറത്തുൽ ഫാത്തിഹയിലെ രണ്ടാമത്തെ സൂക്തമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നാമതായി, ഹ ഉച്ചരിക്കുമ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ ഹാഇന്റെ മഖ്റജ്, ഉത്ഭവസ്ഥാനം ശ്രദ്ധിക്കേണ്ടതാണ്. തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് ഹാ പുറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഹാഇന്റെ ശബ്ദമാക്കി ഓതാൻ പാടില്ല. അൽഹംദു എന്ന ശബ്ദം തന്നെ കേൾക്കണം. അൽഹംദു പറയാൻ പാടില്ല. കാരണം ഹാ കൊണ്ട് അൽഹംദു പറയുമ്പോൾ അതിന്റെ അർത്ഥം സ്തുതി എന്നാണ്. ഹാ കൊണ്ട് ഓതിയാൽ അൽഹംദു എന്ന് ഓതിയാൽ ആ അർത്ഥം, സ്തുതിയുടെ അർത്ഥം കിട്ടുകയില്ല. പിന്നീട് റബ്ബി എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ റാ കനപ്പിക്കേണ്ടതാണ്. റബ്ബി എന്ന് പറഞ്ഞാൽ പോരാ, റബ്ബി റാ എന്ന സ്വരത്തിലാക്കി മാറ്റേണ്ടതാണ്. അതിനാണ് തഫ്ഹീമുർ റാ എന്ന് ഖുർആൻ പാരായണ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയുക. അഥവാ റായിനെ കനപ്പിക്കണം എന്നർത്ഥം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയിലെ രണ്ടാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ ആയത്തിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. അൽഹംദു, സ്തുതി മുഴുവനും. ഹംദ് എന്ന പദത്തിന് സ്തുതി എന്നാണ് അർത്ഥം. അതിൽ അൽ എന്ന അവ്യയം കൂട്ടിച്ചേർക്കുമ്പോൾ സർവസ്തുതി എന്ന് ആകും. അപ്പോൾ അൽഹംദു, സ്തുതി മുഴുവനും, ലില്ലാഹി, അള്ളാഹുവിനാകുന്നു. അള്ളാഹു എന്ന വിശുദ്ധവാക്കിന് മുമ്പ് ലാം എന്ന അക്ഷരം, അതിന് കസറിട്ടുകൊണ്ട് ലി എന്ന അക്ഷരം വന്നപ്പോഴാണ് അള്ളാഹുവിനാകുന്നു, അള്ളാഹുവിന് മാത്രം എന്ന അർത്ഥം അതിൽ വന്നു. പിന്നെ റബ്ബ്, രക്ഷിതാവ്, യജമാനൻ, പരിപാലകൻ എന്നൊക്കെയാണ് അതിനർത്ഥം. അൽ ആലമീൻ, ലോകരുടെ അല്ലെങ്കിൽ ലോകങ്ങളുടെ എല്ലാം. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയും എന്നാണ് അതിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടാകും. നമസ്കാരത്തിൽ നടക്കുന്നതിനെക്കുറിച്ച് നമ്മളുടെ ആമുഖമായി നടന്ന ഒരു ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, ഇമാം മുസ്ലിമും അബൂദാവൂദും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്. അത് ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു എന്ന രൂപത്തിൽ തുടങ്ങുന്ന ഹദീസുകൾക്കാണ് ഖുദ്സിയായ ഹദീസുകൾ എന്ന് പറയാം. ഖാല അല്ലാഹു അസ്സ വജല്ല, ഉന്നതനും അനുഗ്രഹ സമ്പൂർണനുമായ അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഖസംതു സ്വലാത്തു ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ, ഞാൻ നമസ്കാരത്തെ എനിക്കും എന്റെ അടിമക്കും ഇടയിൽ രണ്ടു പകുതികളായി ഭാഗിച്ചു. ഫനിസ്ഫുഹാലി വനിസ്ഫുഹാലി അബ്ദി വലി അബ്ദി മാ സഅല, അതിലൊരു പകുതി എനിക്കും മറ്റേ പകുതി എന്റെ അടിമക്കുമുള്ളതാണ്. എന്റെ അടിമ ചോദിക്കുന്നത് എന്തും അവനുണ്ട് എന്ന തുടങ്ങുന്ന ഒരു ഹദീസ്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാഷണം നമസ്കാരത്തിലൂടെ അല്ലാഹുവുമായി നടക്കുന്നു എന്ന് സൂചിപ്പിച്ചു. അതിൽ ആ നമസ്കാരത്തിൽ അല്ലാഹുവുമായി സംഭാഷണം നടക്കുന്ന സമയം നമ്മൾ ഫാത്തിഹ ഓതുന്ന സമയമാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാണ്, ആരെങ്കിലും നമസ്കാരത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു പറയും.
എങ്ങനെ? ആരെങ്കിലും നമസ്കാരത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുമെന്ന്. അപ്പോ അള്ളാഹുവിനെ ഒരു അടിമ സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഏതു വകുപ്പെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുന്ന വിഷയം അത് ഏത് കാര്യത്തിന്റെ പേരിലായാലും ശരി, യഥാർത്ഥത്തിൽ ആ സ്തുതിക്കുള്ള കാരണകർത്താവും ആ കാര്യത്തിന്റെ ഉത്ഭവ കേന്ദ്രവും അള്ളാഹു ആയിരിക്കുമെന്നതാണ് സഹോദരങ്ങളെ സത്യം. ഉദാഹരണമായി, നമ്മൾ ഒരാളെ അയാളുടെ ഔദാര്യത്തിന്റെ പേരിൽ സ്തുതിക്കുന്നു എന്ന് വിചാരിക്കുക. അയാളെ സൃഷ്ടിച്ചത്, അയാളെ ഉദാരശീലനാക്കിയത്, ഔദാര്യം ചെയ്യാനുള്ള സമ്പത്ത് അല്ലെങ്കിൽ ഔദാര്യം ചെയ്യുവാനുള്ള കഴിവ് അയാൾക്ക് നൽകിയത്, അത് മറ്റുള്ള ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രൂപത്തിൽ ആ കഴിവുകളൊക്കെ ആക്കി മാറ്റിയത്, ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട എത്രയോ കാര്യങ്ങൾ. ഇതിന്റെ എല്ലാം കർത്താവ് ആരാണ്? അതിന്റെ എല്ലാം കർത്താവ് അള്ളാഹു ആണ് എന്നാണ്. അപ്പോൾ എല്ലാ സ്തുതി കർമ്മങ്ങളുടെയും അർഹൻ യഥാർത്ഥത്തിൽ ആരാ? അർഹൻ യഥാർത്ഥത്തിൽ അള്ളാഹു മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ തന്റെ ഉദ്ദേശമനുസരിച്ച് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ മുൻനിർത്തി അയാളെ പ്രശംസിക്കുക എന്നതാണ് ഹംദ് അഥവാ സ്തുതി എന്നതുകൊണ്ട് സാമാന്യ ഭാഷയിൽ നമ്മൾ പറയാറുള്ളത്. അതിൽ അൽ എന്ന അവ്യയം ചേർന്നപ്പോഴാണ് അതിന്റെ അർത്ഥം അത് പ്രത്യേകമായ, അങ്ങനെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരു സ്തുതിയുടെ ഇനത്തിൽപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്ന രൂപത്തിലായി അതിന്റെ അർത്ഥമായി മാറിയത്. നമുക്ക് കാണാം ഇംഗ്ലീഷിൽ ദ എന്ന അവ്യയത്തിന്റെ സ്ഥാനമാണ് അറബിയിൽ അൽ എന്ന അവ്യയത്തിനുള്ളത്. മലയാളത്തിൽ അത് പരിഭാഷപ്പെടുത്തുമ്പോൾ ആ സ്ഥാനത്ത് നിർത്താൻ കഴിയുന്ന ഒരു വാക്കുകൾ ഇല്ല എന്നുള്ളത് മലയാള ഭാഷാ പടുക്കൾ അവർ പറയുന്നത്, പണ്ഡിതന്മാർ സംസാരിക്കുന്ന വിഷയമായത്. ഉദാഹരണത്തിന് നോക്കൂ, കിതാബുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എ ബുക്ക് എന്ന് പറയാറുണ്ട്. കിതാബുൻ, എ ബുക്ക്. അൽ കിതാബുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബുക്ക് എന്നാണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇവിടെ അൽ എന്ന അവ്യയം ഈ പുസ്തകത്തെ സാമാന്യത്വം നീക്കി അതിന് പകരം ആ അൽ എന്ന അവ്യയം ദ എന്ന ആർട്ടിക്കിൾ കൊണ്ട് അതെന്തായി, അത് പ്രത്യേകമാക്കി എന്നാണ്. ഈ രൂപത്തിലുള്ള ആൻ അതുപോലെ എ ദ എന്നൊക്കെ ഉള്ള ആർട്ടിക്കിൾസ് അത് ഇംഗ്ലീഷിൽ ലഭ്യമാണ് എന്നർത്ഥം. എന്നാൽ അതുകൊണ്ട് നമ്മൾ ദ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ, THE എന്ന ദ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ മലയാളത്തിൽ അതിന്റെ സ്ഥാനത്ത് പ്രയോഗിക്കുവാൻ വേണ്ടി ഒരു വാക്ക് ഇല്ല എന്നുള്ളത് അത് മലയാള ഭാഷാ പടുക്കൾ അറബുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ പണ്ഡിതന്മാർ അത് നമുക്ക് പറഞ്ഞു തരികയാണ് എന്നർത്ഥം. അപ്പോൾ സഹോദരങ്ങളെ, ഹംദ് അഥവാ സ്തുതി എന്നതിൽ അൽ എന്ന അവ്യയം ചേർന്നപ്പോൾ അതിന്റെ അർത്ഥം പ്രത്യേകമായ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട സ്തുതിയുടെ ഇനത്തിൽപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലും അത് ഉൾപ്പെടുന്ന രൂപത്തിലായി മാറി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ എല്ലാ സ്തുതിയും അള്ളാഹുവിന് തന്നെയാണെന്നുള്ള യാഥാർത്ഥ്യം അത് മനസ്സിലാക്കുവാൻ പോരുന്ന അവന്റെ ചില ഉത്കൃഷ്ട ഗുണവിശേഷണങ്ങളാണ് തുടർന്ന് ഈ ആയത്തിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. അതെന്താ? അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞതിന് ശേഷം റബ്ബിൽ ആലമീൻ എന്നാണ് പറഞ്ഞത്, ലോകരുടെ രക്ഷിതാവ് എന്നാണ്. എന്നിട്ടോ അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹയിൽ കാണാം, അതായത് ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയുമെന്ന് പറഞ്ഞതിന് ശേഷം അർ റഹ്മാൻ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയുമെന്നാണ്. അതിലേക്കാണ് പോകുന്നത്, അൽഹംദിലേക്കാണ് അത് പോകുന്നത്. പിന്നെ അതിനുശേഷം മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയുമെന്ന് അൽഹംദിലേക്കാണ് മാലിക് യൗമുദ്ദീൻ എന്നുള്ളത് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. അള്ളാഹുവിനാണ് അത് എന്നർത്ഥം. അൽഹംദുലില്ലാഹി എന്നതിലേക്കാണ് ഈ മാലിക് യൗമുദ്ദീൻ എന്നുള്ളതും അർ റഹ്മാൻ റഹീം എന്നുള്ളതും അതുപോലെ തന്നെ റബ്ബിൽ ആലമീൻ എന്നുള്ളതൊക്കെ പോകുന്നത് എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയുമെന്നാണ്
അതിന്റെ അർത്ഥമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഓരോ വിശേഷണങ്ങളിലും അള്ളാഹുവിനെ കുറിച്ച് ഇവിടെ എടുത്തു പറഞ്ഞ ഓരോ വിശേഷണങ്ങളിലും അടങ്ങിയിട്ടുള്ള അർത്ഥവും ആശയങ്ങളും പരിഗണിക്കുമ്പോൾ സഹോദരങ്ങളെ, സ്തുതി മുഴുവനും അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് നമുക്ക് ബോധ്യം വരും. അതിന് നമ്മൾ എന്തു ചെയ്യണം? ഇതിൽ പറഞ്ഞ ഓരോ വിശേഷണങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായി പഠിക്കണം സഹോദരങ്ങളെ. ഇൻഷാ അല്ലാഹ് നമുക്കത് വരും ദിവസങ്ങളിൽ ഓരോ വിഷയങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും ഈ ആയത്തിൽ പറഞ്ഞതെന്താ? ഈ ആയത്തിൽ പറഞ്ഞത് സർവസ്തുതിയും ആർക്കാണ് എന്നതാണ്. അത് റബ്ബിൽ ആലമീനായ അള്ളാഹുവിനാണ്. അതായത് ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയുമെന്നാണ് പറഞ്ഞത്. ഇവിടെ റബ്ബ് എന്ന വാക്കിന് രക്ഷിതാവ്, പരിപാലകൻ, വളർത്തുന്നവൻ, യജമാനൻ, ഉടമസ്ഥൻ, കാര്യം നടത്തുന്നവൻ എന്നൊക്കെയാണ് മലയാളത്തിൽ അർത്ഥം കൊടുക്കാറുള്ളത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ അർത്ഥത്തിലും അവൻ റബ്ബ് തന്നെയാണ് എന്നുള്ള വിഷയത്തിൽ ഒരു സംശയവുമില്ല സഹോദരങ്ങളെ. എന്നാൽ ലോകം എന്നർത്ഥമായ ആലമിന്റെ ബഹുവചനമാണ് ആലമീൻ. ഈ ആലമീൻ എന്നത് അത് അഖില ലോകങ്ങളുടെയും റബ്ബ് എന്നർത്ഥമാണ് റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്താണ് അതിന് തെളിവായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്? ലോകങ്ങളുടെ മുഴുവൻ റബ്ബാണ് റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന തെളിവേതാ? ആ തെളിവാണ് അത് മൂസാ അലൈഹിസ്സലാം ഫിർഔനിന്റെ അടുക്കിലേക്ക് പോവുകയും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ച സംഭവം പരിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുന്നതാണ്. അതിന് തെളിവായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയാം. മൂസാ അലൈഹിസ്സലാമയും അതുപോലെ തന്നെ ഹാറൂൻ അലൈഹിസ്സലാമയും ഫിർഔനിന്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് ആ ഫിർഔനിനെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്, മുസ്ലിം ആവുവാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നുണ്ട്. ആ സമയം മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, ഞങ്ങൾ റബ്ബുൽ ആലമീന്റെ ദൂതന്മാരാണ്, റസൂലുകളാണ് എന്ന് ഫിർഔനിന്റെ അടുക്കൽ പോയിക്കൊണ്ട് സധൈര്യം പ്രഖ്യാപിക്കുകയാ. ആര്? മൂസാ അലൈഹിസ്സലാം. ആ സമയം ഫിർഔൻ ചോദിക്കുക, വമാ റബ്ബുൽ ആലമീൻ, എന്താണ് ഈ റബ്ബുൽ ആലമീൻ എന്ന് മൂസാ നബി അലൈഹിസ്സലാമയോട് ഫിർഔൻ ചോദിക്കുന്നുണ്ട്. ആ സമയം മൂസാ അലൈഹിസ്സലാം നൽകിയ മറുപടിയാണ് സഹോദരങ്ങളെ ആ റബ്ബുൽ ആലമീൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അവിടെ മൂസാ അലൈഹിസ്സലാം പറഞ്ഞത്? മൂസാ അലൈഹിസ്സലാം അതിന് കൊടുത്ത മറുപടി, ഖാല റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടിനുമിടയിൽ ഉള്ളവയുടെയും റബ്ബ് എന്നായിരുന്നു മൂസാ നബി അലൈഹി ഇസ്ലാം കൊടുത്ത മറുപടി. ഇത് നമുക്ക് എവിടെ കാണാം? സൂറത്തു ശുഅറായിൽ നമുക്ക് കാണാം. സൂറത്തു ശുഅറായിൽ 16 മുതൽ 24 വരെയുള്ള ആയത്തുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മൂസാ നബി അലൈഹിസ്സലാമയും ഹാറൂൻ നബി അലൈഹിസ്സലാമയും ഫിർഔനിന്റെ അടുക്കലേക്ക് പോയിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ച ആ രംഗം പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഈ സംഭവം കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ അഖില ലോകങ്ങളുടെയും റബ്ബ് എന്ന അർത്ഥമാണ് റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്ന് മൂസാ അലൈഹിസ്സലാമയുടെ ഈ മറുപടിയിൽ നിന്ന് വ്യക്തമായത് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹയിൽ അവിടെ എടുത്തു പറയുന്ന റബ്ബുൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആ ഒരു ഭാഗം സർവസ്തുതിയും അത് അല്ലാഹുവിനാണ്. എങ്ങനെയുള്ള അവൻ റബ്ബിൽ ആലമീനാണ്, ആ ഇരു ലോകങ്ങളുടെയും എന്നുള്ള ആ ഒരു അർത്ഥം സഹോദരങ്ങളെ നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നർത്ഥം. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടിനുമിടയിൽ ഉള്ളവയുടെയും റബ്ബാണ് ആര്? അള്ളാഹു എന്നുള്ളത് മൂസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നർത്ഥം. ഇനി സഹോദരങ്ങളെ, ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു സംഗതി കൂടിയുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത് അത് വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കാര്യമാണ്, സംശയമില്ല. എന്നാൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നതാണോ അതല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നതിലാണോ കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് എന്ന് പണ്ഡിതന്മാര് ഈ വിഷയത്തിൽ ചർച്ച നടത്തിയത് കാണാൻ കഴിയും. ഈ വിഷയത്തിൽ രണ്ടഭിപ്രായങ്ങളുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, അതിൽ പ്രബലമായിട്ടുള്ള അഭിപ്രായം ഏതാണ് എന്നത് കൂടി നമ്മൾ ഇതോടൊപ്പം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിനാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് എന്ന വിഷയം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അതിനുള്ള തെളിവ്? ഇമാം ബുഖാരിയും അതുപോലെ തന്നെ ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ് അതിനുള്ള തെളിവ്. അതിലെന്താ പറയുന്നത്? അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്, ഞാനും എനിക്കു മുമ്പുള്ള പ്രവാചകന്മാരും ചൊല്ലിയതിൽ
ഏറ്റവും ശ്രേഷ്ഠമായ വാക്യം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് എന്ന്. എങ്ങനെ? ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും ചൊല്ലിയതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്യം അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതിന് വളരെ ശ്രേഷ്ഠതയുണ്ട്, സംശയമില്ല. എന്നാൽ അതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് അത് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ള ഈ ഒരു റിവായത്ത് പ്രകാരം, ഈ ഒരു ഹദീസ് പ്രകാരം അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തഫ്സീറുകളിലൊക്കെ ഈ വിഷയം ഒരു ചർച്ചയായി വന്നതുകൊണ്ട് മാത്രമാണ് സഹോദരങ്ങളെ ഈ ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഉൾപ്പെടുത്തിയത്. അതിന്റെ അർത്ഥം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതിന് വളരെ ശ്രേഷ്ഠത കുറവാണ് എന്നുള്ളത് ആ രൂപത്തിലല്ല സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നമസ്കാരത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ അതിന് വളരെ ശ്രേഷ്ഠതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ടതുണ്ട് എന്നർത്ഥം. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ വിഷയത്തിന്റെ ബാക്കി ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിൽ നമുക്ക് കാണാം അള്ളാഹുവിന്റെ രണ്ട് നാമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഒന്ന് അള്ളാഹു എന്ന നാമമാണ്, അത് നമ്മൾ സംസാരിച്ചു, നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. ഇനി റബ്ബ് എന്നുള്ള അള്ളാഹുവിന്റെ ഒരു ഇസ്മുണ്ട്, അള്ളാഹുവിന്റെ ഒരു നാമമുണ്ട്. അതിന്റെ മഹത്വം എന്താണ് എന്നും അതിന്റെ പ്രാധാന്യം എന്താണ് എന്നും അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ തലങ്ങൾ മുഴുവൻ നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.